വകുപ്പും ഈ വനിതാ ശിശു വികസന വകുപ്പുമായി രണ്ടായി തിരിഞ്ഞു. ഈ ഒരു വിഭജനം ദീർഘകാലമായി നമ്മുടെ സ്ത്രീ സംഘടനകൾ മറ്റുള്ളവരൊക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ്. സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് ആവശ്യമാണ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് ആവശ്യമാണ്. കാരണം അവരുടെ പ്രശ്നങ്ങളെ പ്രത്യേകമായി കാണേണ്ടതുണ്ട്. പിന്നെ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഒരുപാട് നൂതനമായ പദ്ധതികളൊക്കെ ഈ മേഖലയിൽ കൊണ്ടുവരുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായി അതിക്രമങ്ങളൊക്കെ വർദ്ധിക്കുന്നത് കൊണ്ട് ഇത് വളരെ അത്യാവശ്യമാണ് എന്നൊക്കെയുള്ള നിരന്തരമുള്ള ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണത് വന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള കൂടുതൽ പദ്ധതികളുടെ ഒരു ലഭ്യതയ്ക്കുമൊക്കെ അത് കൂടുതൽ സഹായകമാകുമെന്നിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു വിഭജനം എങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്തുകളെ ബാധിച്ചത് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതൊരു വലിയ മാറ്റം നമ്മുടെ പഞ്ചായത്തുകളുടെ ഒരു ഇതിൽ വന്നു. കാരണം 1990കളുടെ പകുതിയോടുകൂടി തന്നെ നമ്മുടെ പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു, പഞ്ചായത്തുകളുടെ സ്വഭാവം മാറി, അല്ലേ? ഒരു ഡീസെൻട്രലൈസേഷന്റെ ഭാഗമായി വികേന്ദ്രീകൃത ഭരണം കേരളത്തിൽ വളരെ ഫലപ്രദമായി നടക്കാൻ തുടങ്ങിയതോടുകൂടി കേരളത്തിലെ പഞ്ചായത്തുകളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടായി. പഞ്ചായത്തുകൾക്ക് വലിയ വിപുലമായ ഒരു പ്രവർത്തന മേഖലയുണ്ടായി, ധനവിനിയോഗത്തിൽ വ്യത്യാസമൊക്കെ വന്നു. പക്ഷെ അവിടെ ഈ പറയുന്ന മേഖലകളെല്ലാം കൈകാര്യം ചെയ്തിരുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രായമായവരുടെയും അതുപോലെ ഡിസബിലിറ്റി ഉള്ള വ്യക്തികളുടെയും ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു വലിയ വകുപ്പിൽ നിന്ന് അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ ഏറ്റവും സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അംഗനവാടികളായിരുന്നു. അതുപോലെ സാമൂഹ്യക്ഷേമവുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റ് ചില സംഗതികളും അതിലുണ്ടായിരുന്നു. എന്നാൽ ഈ വിഭജനത്തോടുകൂടി ഈ അംഗനവാടികളും അവിടുത്തെ പ്രവർത്തകരും, അംഗൻവാടി പ്രവർത്തകരും ICDS സൂപ്പർവൈസർമാരും അങ്ങനെയുള്ള എല്ലാവരും ഈ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഭാഗമാവുകയും സാമൂഹ്യ നീതി വകുപ്പ്, അപ്പോഴേക്ക് സാമൂഹ്യക്ഷേമ വകുപ്പ്, സാമൂഹ്യക്ഷേമത്തിൽ നിന്ന് നമ്മൾ സാമൂഹ്യ നീതിയിലേക്ക് മാറിയത് കൊണ്ട് തന്നെ സാമൂഹ്യ നീതി വകുപ്പ് മറ്റൊരു വിഭാഗമായി മാറുകയും ചെയ്തു. അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിനെ സംബന്ധിച്ച് ആ ഒരു ഘട്ടത്തിൽ നേരിട്ട് പഞ്ചായത്തുകളിലേക്ക് ഇടപെടുന്ന ഒരു സംവിധാനം നമ്മുടെ സാങ്കേതികമായി പറഞ്ഞാൽ അവിടെ ഇല്ലാതാവും. കാരണം ജില്ലാ ഓഫീസർമാർ വരെ അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള പ്രവർത്തകർ വരെയുള്ള ഒരു വകുപ്പായി സാമൂഹ്യക്ഷേമ വകുപ്പ് മാറുകയും തുടർന്നും ഒരു എന്താ പറയുക ഒരു തീർപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ഭരണ സൗകര്യത്തിന് വേണ്ടി ഈ പ്രവർത്തനങ്ങൾ തുടർന്നും നമ്മുടെ അംഗൻവാടി പ്രവർത്തകർ മുൻപ് ചെയ്തിരുന്നവർ തന്നെ തുടർന്നും പോകുന്ന ഒരു രീതി ഉണ്ടായി. എന്നാൽ ഇതോടുകൂടി ഇതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിന് ശേഷം നിലവിൽ വന്ന പഞ്ചായത്തുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള ജനപ്രതിനിധികളും മറ്റ് ആൾക്കാരെ സംബന്ധിച്ചും ഈ മാറ്റത്തിന് ശേഷം വന്നവരത് അങ്ങനെ തന്നെ അതിനെ കണ്ടു പോകുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു സംവിധാനം ഇതായിരുന്നു എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പ് ഞാൻ മുമ്പ് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വകുപ്പാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് വയോജനങ്ങളുടെ ഒരു കാര്യങ്ങൾ കൂടി വരുമ്പോൾ അതും സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയിലാണ്. സാമൂഹ്യനീതി വകുപ്പ് നോഡൽ ഏജൻസി ആയിട്ടുള്ള പ്രധാന മേഖലകൾ എന്നുള്ളത് ഒന്ന് വയോജനങ്ങളുടെ ക്ഷേമമാണ്, മറ്റൊന്ന് ഡിസബിലിറ്റിയുള്ള ആൾക്കാരുടെ ക്ഷേമമുണ്ട്, അതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ക്ഷേമം. ഇതെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി വരുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. പ്രധാനമായും വളരെ പ്രധാനപ്പെട്ട ചില നിയമങ്ങളുടെ നടത്തിപ്പ് ഈ വകുപ്പിൻ്റെ ചുമതലയിലാണ് വരുന്നത്.